C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇനി എന്തിനായി പാടി? എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ക്ഷണിച്ചു വരുത്തിയ ഒരു സദസ്സിനെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചത്. ഇവിടെ എത്തുമ്പോ മാത്രമാ ഞാൻ അറിയുന്നത് ഇയാളെ സത്യഭാമയുടെ മകനാണെന്ന്. വിഷ്ണുവേട്ടൻ ഒരു പെറ്റ് ഡോഗിനെ പോലെ എപ്പോഴും മടിയിൽ വെച്ച് ഓമനിക്കുന്ന ഒരു താജ്മഹൽ ശില്പമുണ്ട് വീട്ടിൽ. അത് ആര് കൊടുത്തതെന്ന് ചോദിക്കാൻഡി. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചല്ല ആ ശില്പം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. വെറും പരിചയത്തിന്റെ പേരില. അല്ല, സാറെന്ന് നിങ്ങൾ തുറച്ചു നോക്കണത്? സാറത് ക്ലീറ്റസ് ആണ്, ക്ലീറ്റസ്. അന്നൊരിക്കലും ഞങ്ങളെ റബ്ബർ എസ്റ്റേറ്റ് വാടകയ്ക്ക് വേണമെങ്കിൽ സാർ വന്നില്ലേ? കാമുകയെ ചുറ്റി നടന്ന് കാണിക്കാനാണെന്ന് പറഞ്ഞപ്പോ ഈ ക്ലീറ്റസ് എന്താ പറഞ്ഞ? അങ്ങനെയാണെങ്കിൽ ഈ എസ്റ്റേറ്റ് ഒരു വർഷത്തേക്ക് അങ്ങ് എടുത്തോളാനല്ലേ? ഓർമ്മ കാണും സാറിനതൊക്കെ അല്ലേ? നിങ്ങളുടെ ആ പുന്നാര മോനിൽ വിഷ്ണു, അവനൊരു പെണ്ണിന്റെ കൂടെ അവിടെ ആ ക്ലീറ്റസിന്റെ റബ്ബർ എസ്റ്റേറ്റിലും പരിസരത്തും ആടിപ്പാടി നടന്ന് രസിക്കുക. ആട്ടവും പാട്ടും മാത്രമല്ല, കണ്ണിന് കാണാൻ കൊള്ളാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ. ഓർമ്മയില്ലെങ്കിൽ ഞാൻ തന്നെ വിശദീകരിക്കാം. അന്ന് സാർ എന്നോട് പറഞ്ഞത് പിന്നീട് എപ്പോഴെങ്കിലും ഈ കൊച്ചിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ വേണമെന്ന്. ഓർമ്മയില്ലേ? ഈ കൊച്ചറിയാതെ തികച്ച് നാച്ചുറലായിട്ട് ഈ സേവ് ദ ഡേറ്റ് വീഡിയോസ് എന്നൊക്കെ പറയൂലേ, അതുപോലെ. ഈ ക്ലീറ്റസിനെ കൊണ്ട് ആകാവുന്ന അത്രയും ബുദ്ധിയും കഴിവൊക്കെ ഉപയോഗിച്ച് സംഘടിപ്പിച്ചതാണ് ഈ ഫോട്ടോ. കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ആന്റിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇവിടെ ഈ കാണിക്കുന്നതൊക്കെ പടമായിരുന്നു എന്ന്. ഇതൊന്നും അല്ല യഥാർത്ഥ ശാലിനി. ഇവളാള് വിളഞ്ഞ വിത്ത. ഭയങ്കര കട്ടിയുള്ള പശയായി, അതാണ് ഇളവൻ പാട്. വേണ്ട. എങ്ങോട്ട് നോക്കിയേ? എങ്ങനെയുണ്ട് സാറേ? ഓക്കെ ഓക്കെ, നന്നായിട്ടില്ലേ? സത്യം പറഞ്ഞ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, സാറ് ഈ കൊച്ചിന്റെ ഇളയതിനെ ഒന്ന് മാറ്റി ഇരുത്തിയിട്ട് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ സാർ എന്തുമാത്രം പാടുപെട്ടെന്ന്. കൂട്ടത്തിൽ കാട്ടു തേനീച്ചേരെ കുത്തു വേറെ. ഈ ഫോട്ടോ അതിന്റെയൊക്കെ സ്മാരകമായിട്ട് പിന്നീട് ഞാൻ എടുത്തതാ. അയ്യോ, ഞാനതൊക്കെ മറന്ന്. ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സത്യാമ്മയാണെന്ന് സാറ് തന്നെ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നാ സത്യാമ്മ തന്നെ തന്നാ മതി. അതാവുമ്പോ ഇത്തിരി കനപ്പെട്ടത് തന്നെ കിട്ടുമല്ലോ. ഇതാ ഫോട്ടോ പിടിച്ചാട്ടെ. കനപ്പെട്ടത് തന്നെ വേണം ഇയാൾക്ക് അല്ലേ? അങ്ങനെ കിട്ടിയ സന്തോഷമായിരുന്നു. സോറി സാർ. അയ്യോ, കൈ മുറിഞ്ഞല്ലോ ഏട്ടാ.
അതെ, ഉടഞ്ഞു പോയതൊന്നും കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. ഒരിക്കലും പഴയ രൂപത്തിലാവില്ലത്. മോളെ, പൊന്നിയോടെ ആ ഉടഞ്ഞ ചില്ലുകളൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കിയിടാൻ പറ. നമുക്ക് ഒരുമിച്ച് ശ്രമിച്ചു നോക്കാം മോളെ. ഉടഞ്ഞു പോയതൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോന്ന്. എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.